بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാൽപ്പത്തൊമ്പതാമത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു, അൽ കഹ്ഫ് സൂറത്ത്. ഇത് 50-ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമസ്കാരത്തിന്റെ സുന്നത്തുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. സുന്നത്ത് നമസ്കാരമല്ല, നമസ്കാരത്തിന്റെ സുന്നത്തുകൾ. ഫർളുകളെ സംബന്ധിച്ച്, നമസ്കാരത്തിന്റെ ഫർളുകളെ സംബന്ധിച്ച് 47-ാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 49-ാമത്തെ 50-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ വിശദീകരിക്കുന്നു. നമ്മൾ നമ്പറിട്ട് പറയുന്ന ഇതെല്ലാം സുന്നത്തുകളാണ്. ഒന്നാമതായി നിയ്യത്തിൽ 3 കാര്യം പറയൽ ഫർദാണ്. ഞാൻ നമസ്കരിക്കുന്നു എന്നും, ഏതാണ് നമസ്കാരമെങ്കിൽ അതിൻ്റെ പേരും, ഫർളാണെങ്കിൽ ഫർള് എന്നും പറയല്, സുന്നത്താണെങ്കിൽ സുന്നത്ത് എന്ന് പറയാം. അപ്പൊ ഈ 3 കാര്യം നിസ്കാരത്തിൽ പറയൽ ഫർദാണ്, ബാക്കിയെല്ലാം സുന്നത്താണ്. അതായത് ഇപ്പോൾ ഒരാള് ളുഹർ നമസ്കരിക്കുകയാണെന്ന് വെക്കുക. ഉദാഹരണത്തിന് ളുഹർ നമസ്കരിക്കുകയാണെങ്കിൽ ളുഹർ എന്ന ഫർദ് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളത് ശരിയായ നിയ്യത്താണ്, ഫർദുകൾ ഉൾക്കൊണ്ട നിയ്യത്താണ്. ഇതിൽ 3 കാര്യം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഫർദും സുന്നത്തും കൂടിയത്, ളുഹർ എന്ന ഫർദ് നമസ്കാരം 3 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സുന്നത്തും ഫർദും കൂടിയായി. അപ്പൊ ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറയുന്നത് സുന്നത്താണ്, 4 റക്അത്ത് എന്ന് പറയുന്നത് സുന്നത്താണ്, പിന്നെ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറയുന്നത് സുന്നത്താണ്. അപ്പൊ നിയ്യത്തിൽ ഫർദും സുന്നത്തും വ്യക്തമായി. ഇനി അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ഫർളാണല്ലോ, അത് ചൊല്ലുന്ന സമയത്ത് കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തുക. ഇങ്ങനെ കൈ ഉയർത്തി, ഇങ്ങനെ 4 സ്ഥലത്ത് ഉയർത്താനുണ്ട്. നിയ്യത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ മണിബന്ധത്തെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് നെഞ്ചിന്റെ താഴെ വെക്കുക. ഇതെല്ലാം സുന്നത്താണ്. കൈ കെട്ടലും സുന്നത്താണ്, ഇങ്ങനെ പിടിച്ചു വെക്കലും സുന്നത്താണ്. അതെല്ലാം സുന്നത്താണ്. ഫർള് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. 4 സ്ഥലത്തെ ഈ നിലയിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. അത് 4ഉം ഇവിടെ വിവരിക്കും. അത് കഴിഞ്ഞാൽ, കൈ കെട്ടിക്കഴിഞ്ഞാൽ വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ എന്നാണ് വജ്ജഹത്തു. ഇത് സുന്നത്താണ്. ഇത് ഓതിക്കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതൽ ഫർളാണ്. ഇതെല്ലാം സുന്നത്താണ്. അഊദു ഓതുക, അതെല്ലാം സുന്നത്താണ്. ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ പറയൽ സുന്നത്താണ്. അത് കഴിഞ്ഞാൽ, ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതുക. ആ സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇതെല്ലാം സുന്നത്താണ്. അപ്പോൾ 9 സുന്നത്തുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. 10-ാമത്തെ സുന്നത്ത് റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയാം. അപ്പോൾ 2 കൈയും ഉയർത്തുക. അത് വേറെ സുന്നത്താണ്. ചുമലിന് നേരെ ഉയർത്തുക. 2 കൈയും ചുമലിന് നേരെ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോവുക. റുക്കൂയിൽ ഫർളാണല്ലോ. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അസീം വ ബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അത് സുന്നത്താണ്.
ഇതിന്റെ ഒക്കെ അർത്ഥം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയണം. റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തുക, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ 3 പ്രാവശ്യമായി ഇപ്പോൾ കൈ ഉയർത്തുന്ന സ്ഥലം പറയുന്നു. ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ പറയാം. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ, പിന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തുക, റുക്കുവിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൈ ഉയർത്തുക. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത് സുന്നത്താണ്. അത് പറഞ്ഞ് 2 കൈയും താഴെ ഇട്ട് നിൽക്കുക. അതിന് എഅ്തിദാൽ എന്ന് പറയും. എഅ്തിദാൽ ഫർദാണ്. എഅ്തിദാലിൽ ചൊല്ലേണ്ട തസ്ബീഹ് സുന്നത്താണ്. അതെന്തെന്നാ, റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു എന്ന് 1 പ്രാവശ്യം ചൊല്ലുക. അത് സുന്നത്താണ്. അപ്പോൾ 14 സുന്നത്തുകളായി ഇപ്പൊ പറയും. 15ാമത്തേത് ഇനി സുജൂദ് ചെയ്യല. സുജൂദ് ഫർദാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. സുജൂദിൽ 3 തസ്ബീഹ് ചൊല്ലല്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയൽ സുന്നത്താണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക. അത് എഴുന്നേറ്റ് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. ഇത് രണ്ടും സുന്നത്താണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നിട്ട് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നുള്ള തസ്ബീഹ് ചൊല്ലണം, ദിക്ർ ചൊല്ലണം. അത് സുന്നത്താണ്. ഇപ്പോൾ 19 സുന്നത്തായി. 20ാമത്തേത് വീണ്ടും ഒരു സുജൂദും കൂടി ചെയ്യാനുള്ള. ആ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാ. നേരത്തെ പറഞ്ഞതുപോലെ 3 തസ്ബീഹുകൾ ചൊല്ലുക. പിന്നെ സുജൂദിൽ നിന്ന് ഉയരുക. ആ സുജൂദിൽ നിന്ന് ഉയർന്ന് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഉയരുക. അത് സുന്നത്താണ്. ഇപ്പോൾ 1 റക്അത്ത് പൂർത്തിയായി. ഈ 1 റക്അത്തിൽ നമ്മൾ 21 സുന്നത്തുകൾ എടുത്തു. 1 റക്അത്ത് പൂർത്തിയായി. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 2ാമത്തെ റക്അത്താണ് ചെയ്യേണ്ടത്. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല, ചുമലിന് നേരെ ഉയർത്തേണ്ടതില്ല. 2ാമത്തെ റക്അത്തിലും 3ാമത്തെ റക്അത്തിലും 4ാമത്തെ റക്അത്തിലും 4 റക്അത്തുള്ള നമസ്കാരമുണ്ട്, 3 റക്അത്തുള്ളതുണ്ട്, 2 റക്അത്തുള്ളതുണ്ട്. സുബഹി 2 റക്അത്തേ ഉള്ളൂ. അപ്പൊ സുബഹി 2 റക്അത്താകുമ്പോൾ ഇനി 2ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ പോയി ഇഅ്തിദാൽ എത്തിയാൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. ഖുനൂത്ത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലി ഫീമാ അഅതൈത വഖിനി ശർറ മാ ഖദൈത ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഉസ്സു മൻ ആദൈത تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك صلى الله على سيدنا محمد وآله وصحبه وسلم ربنا اغفر وارحم وأنت خير الراحمين. ഇതാണ് ഖുനൂത്ത്. ഈ ഖുനൂത്ത് ഓതൽ 2ാമത്തെ റക്അത്തിന്റെ ഇഅ്തിദാലിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. എന്നിട്ട് 2 റക്അത്ത് ഇനി ഈ സുജൂദെല്ലാം ചെയ്ത് 2ാമത്തെ റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം. ആ ഇരിക്കുന്നത് എന്തിനാ? അത്തഹിയ്യാത്തും സലാത്തും ഒക്കെ ഓതി സലാം വീട്ടുക. സംസ്കാരം അവസാനിക്കാനോ 2 റക്അത്തല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കല് തവറുക്കിന്റെ ഇരുത്തായിരിക്കണം. തവറുക്കിന്റെ ഇരുത്തം, ഇഫ്തിറാഷിന്റെ ഇരുത്തം നമ്മൾ മുമ്പേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലത്തെ കാല് കുത്തി നിർത്തുക, ഇടത്തെ കാല് അതിൻ്റെ ചോട്ടിൽ വെച്ച് നിലത്തിരിക്കുക. ഇതാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ.
അത് പ്രത്യേക സുന്നത്താണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത്തെ കാല് പരത്തി വെച്ച് അതിന്മേലിരുന്ന് വലത്തെ കാൽ കുത്തി നിർത്തുക. ഇത് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇഫ്തിറാഷിന്റെ ഇരുത്തം പിന്നെ ആദ്യത്തെ അത്തഹിയ്യാത്തില് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. അവസാനത്തെ അത്തഹിയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ തവറുക്കിന്റെ ഇരുത്തം നമ്മളിപ്പോൾ സുബഹിയാണല്ലോ പറഞ്ഞത്, സുബഹി നിസ്കരിക്കുന്നതാണല്ലോ ഉദാഹരണത്തിന് പറഞ്ഞത്. ഇതിൽ കുനൂത്ത് ഓതി ഇനി സലാം വീട്ടാൻ പോവുകയാണ്. അതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം, തവറുക്കിന്റെ ഇരുത്തം ഇരുന്ന് അതിൽ അത്തഹിയ്യാത്ത് ഓതുകയാണ്. അത്തഹിയ്യാത്ത് ഫർദാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ വിരലിങ്ങനെ പിടിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 തശഹുദാണത്. ഷഹാദത്ത് കലിമ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത്തഹിയ്യാത്ത് നേരത്തെ കഴിഞ്ഞു. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ വരെയാണ് അത്തഹിയ്യാത്തുള്ളത്. ഇത് ഷഹാദത്ത് കലിമയാണ്. തശഹുദ് എന്നാണ് അതിന് പറയുന്നത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞാൽ ഇനി സ്വലാത്ത്, നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഇത് നബിയുടെ പേരുള്ള സ്വലാത്ത്. ഇത് ഫർദാണ്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല നിസ്കാരത്തിൽ. സുന്നത്ത് ഒഴിവാക്കാം. അതിനെപ്പറ്റി വിശദമായിട്ട് ഇത് അവസാനിക്കുമ്പോൾ പറയാം. ഫർദ് നബിയുടെ പേരിലുള്ള സ്വലാത്ത്, കുടുംബത്തിന്റെ പേരിലുള്ള സ്വലാത്ത് സുന്നത്താണ്. അത് ചെല്ലേണ്ടത് ഇബ്രാഹിമിയായ സ്വലാത്താണ്. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമിയായ സ്വലാത്ത് കഴിഞ്ഞു. ഈ സ്വലാത്ത് ചൊല്ലി ഇപ്പൊ നബിയുടെ കുടുംബത്തിന്റെ മേലും നബിയുടെ മേലുമുള്ള സ്വലാത്ത് കഴിഞ്ഞു, അത്തഹിയ്യാത്ത് കഴിഞ്ഞു, തശഹുദ് കഴിഞ്ഞു. 4 കാര്യം ഇപ്പൊ നമ്മൾ ഈ ഇരുത്തത്തിൽ ചെയ്തു. 5ാമത്തെ ഒരു കാര്യം ഇനി ദുആയാണ്. ആ ദുആയുടെ തുടക്കം അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال എന്നുള്ളതാണ് ദുആ. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു മുതൽ മസീഹ് ദജ്ജാൽ വരെയുള്ള ദുആയും കഴിഞ്ഞാൽ അപ്പോൾ ഇത് 5 കാര്യം നമ്മളോട് ചെയ്തു. ഇനി ഒന്നും കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടത്തോട്ട് മുഖം തിരിക്കുക. ഇതിൽ റഹ്മത്തുള്ള എന്ന് കൂടുതൽ പറയലാണ് സുന്നത്ത്. വലത്തോട്ട് മുഖം തിരിക്കുക ആദ്യമായിട്ട് കേട്ടോ. വലത്തോട്ട് മുഖം തിരിക്കുക. ഈ മുഖം തിരിക്കൽ വേറെ സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ വറഹ്മത്തുള്ള എന്നത് സുന്നത്താണ്. വലത്തോട്ട് മുഖം തിരിക്കലും സുന്നത്താണ്. പിന്നെ ഇടത്തോട്ട് മുഖം തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് ഇടത്തോട്ട് മുഖം തിരിക്കുക. ഇതിലും റഹ്മത്തുള്ള എന്ന് പറയുന്നത് സുന്നത്താണ്. ഇടത്തോട്ട് മുഖം തിരിക്കലും സുന്നത്താണ്. ഇപ്പോൾ സുന്നത്തുകൾ നമ്മൾ എല്ലാം പറഞ്ഞു. മൊത്തം 34 സുന്നത്തുകളാണ് ഈ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. 34 സുന്നത്ത്. ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോഴാട്ടോ. റക്അത്തുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് 22 സുന്നത്തുകൾ വേറെ കൂടും. ഓരോ റക്അത്തിലും 22 സുന്നത്തുകളുണ്ട്. ആ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 44 സുന്നത്തായി. അപ്പൊ എല്ലാ റക്അത്തിലും ഉള്ള സുന്നത്തുകൾ എടുത്ത് നമസ്കരിക്കണം.
സുന്നത്തുകൾ എടുത്ത് നിസ്കരിച്ചാൽ എന്താകും? സുന്നത്ത് എടുത്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നില്ല, നിസ്കാരം ശരിയാവുക ചെയ്യും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. സുന്നത്ത് എടുത്ത് ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സുന്നത്തിന്റെ പ്രതിഫലം അള്ളാഹു തരും. അല്ലെങ്കിൽ എടുത്തില്ലെങ്കിലോ സുന്നത്തിന്റെ പ്രതിഫലം ഇല്ല എന്നേ വരുള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ സുന്നത്തുകൾ എടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ചിന്തിക്കണം. സുന്നത്തുകൾ എടുക്കുമ്പോൾ നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു തരും. ഒരു സുന്നത്തിന് 10 പ്രതിഫലം വെച്ചിട്ടാണ് അള്ളാഹു തരുന്നത്. അതുകൊണ്ട് സുന്നത്ത് എടുത്ത് അമലുകൾ ചെയ്യുന്നവരാണ്, അങ്ങനെ ചെയ്യുന്നവര് ഭാഗ്യവാന്മാരാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുന്നത്ത് കരസ്ഥമാക്കാൻ ആഗ്രഹമുള്ളവരായി അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമസ്കാരത്തിന്റെ സുന്നത്തുകൾ. ഇത് നിങ്ങൾ 50-ാമത്തെ വീഡിയോയിൽ നോക്കിയാൽ കാണും. അതിന്റെ തമ്പനയിൽ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. നമസ്കാരത്തിന്റെ ഫർളുകൾ എഴുതിയ ഒരു വീഡിയോ ഉണ്ട്, നമസ്കാരത്തിന്റെ ഷർത്തുകൾ എഴുതിയ വീഡിയോ ഉണ്ട്, ഇപ്പോൾ സുന്നത്തുകൾ എഴുതിയ വീഡിയോ ആണ്. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിലും മറ്റുമായിട്ട് ചെറിയ ചെറിയ സൂറത്തുകളുടെ മീനിങ്ങും ഈ അത്തഹിയ്യാത്ത് പോലെയുള്ള നമസ്കാരത്തിൽ ചെല്ലേണ്ടതിൻ്റെ മൊത്തം ഒരു മീനിങ്ങും മറ്റൊരു വീഡിയോയിൽ പറയും. അതിൽ അത്തഹിയ്യാത്ത്, സ്വലാത്ത്, പിന്നെ കുനൂത്ത്, ഇതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ വ്യക്തമാക്കി പറയും. പിന്നെ ചെറിയ കുറച്ച് സൂറത്തുകളുടെ മീനിങ്ങും ആശയങ്ങളും ഖുർആനിൽ നിന്ന് അതെടുത്ത് പറയും. ഇതെല്ലാം പിന്നെ വിശദീകരിച്ചുകൊണ്ട് അത് അടുത്ത വീഡിയോയിലായിട്ട്, ഏതാനും വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ വീഡിയോയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും ശരിക്ക് കിട്ടുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.